നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനയുടെ ആദ്യ വിവാഹത്തിന് മുമ്പ് സംഭവിച്ച ദുരന്തങ്ങളും അതും ഞങ്ങള് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ. എല്ലാം അറിഞ്ഞുകൊണ്ട് വിവാഹത്തിന് സമ്മതിച്ചിട്ട് ഇനി പിന്മാറരുത് സുന്ദരമേ. സമൂഹത്തിന് മുൻപിൽ ഒരിക്കൽ വല്ലാതെ നാണം കെട്ടതാ ഞങ്ങള്. ഇനിയും ഞങ്ങളെ നാണം കെടുത്തരുത്. എന്തു വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ സുഭദ്രാമ്മ. ചന്ദ്രികെ, കണ്ണിച്ചോരയില്ലാത്തവളായി എന്നെ കാണരുത്. ഉള്ളു വല്ലാതെ നൊന്ത് തന്നെയാ ഞാനിതൊക്കെ പറയുന്നത്. ഇന്ന് എന്റെ മോൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ കെട്ടേണ്ട താലി ഇന്ന് ക്ഷേത്രത്തിൽ പൂജിക്കാൻ കൊണ്ടുവന്നു. ദേവിയുടെ മുന്നിലെത്തിയതും താലി പെട്ടെന്ന് തറയിൽ വീണു. എന്റെ കയ്യിന്ന് അബദ്ധത്തിൽ വീണതല്ല, ആരോ തട്ടിയിട്ടതുപോലെയായിരുന്നു. കണ്ണി കാണാൻ കഴിയാത്ത ഏതൊരു ശക്തി തട്ടിത്തെറിപ്പിച്ചതുപോലെ. അതിൽ കൂടുതൽ ഒരു ദുർലക്ഷണം ഉണ്ടാവാനുണ്ടോ? ആ താലി ശ്രീകോവിലിൽ തന്റെ മുമ്പിൽ വെക്കാൻ പോലും ദേവി അനുവദിച്ചില്ല. വരാൻ പോകുന്ന ആപത്ത് മുൻകൂട്ടി കാണിച്ചതാ ദേവി. ചന്ദ്രികെ, നിന്റെ മോളുടെ വിവാഹം നടക്കാൻ വേണ്ടി എന്റെ മോന്റെ ജീവൻ ചോദിക്കരുത്. ഞാൻ പറഞ്ഞതനുസരിച്ച് എന്റെ വിവാഹം മുടക്കാൻ ജഗൻ ചെയ്തതാ ഇതെല്ലാം. നിങ്ങളുടെ തീരുമാനത്തില് മാറ്റമില്ലേ? ഇല്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്കിൾ, പ്ലീസ് ക്ഷമിക്കണം. അമ്മയിൽ വേരുറച്ചു പോയ ചില പഴഞ്ചൻ വിശ്വാസങ്ങൾ പെട്ടെന്ന് തലപൊക്കിയതാ. വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോ ചെറിയൊരു ആക്സിഡന്റും ഉണ്ടായി. നെറ്റിയിൽ മുറിവ് പറ്റിയത് അങ്ങനെയാ. അതും കൂടി ആയപ്പോ അമ്മ ആകെ കൺഫ്യൂഷനിലായി. വന്ദനയോടുള്ള താല്പര്യത്തിന് എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല. അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ സാവധാനം ബോധ്യപ്പെടുത്തി കൊടുക്കാം. അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം. വേണമെന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനപരമായ ഒരു ജീവിതമാണ്. ഇനി ഈ വീട്ടിൽ അത് പ്രതീക്ഷിക്കണ്ട. എന്നെ വിട്ടേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.